ഇപ്പം നമ്മളുടെയൊക്കെ ജീവിതം എനിക്കിപ്പോൾ 64 വയസ്സായി. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ നമ്മളെപ്പോഴും കണ്ടത് ആരെങ്കിലും ഫാമിലിയിലുള്ളവർ ത്യാഗം സഹിക്കുന്ന, അവർക്ക് അവർ കൂടുതൽ സമയം ജോലി ചെയ്തോ അല്ലെ അവർക്കുള്ളത് നമുക്ക് തന്നോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയിലൊക്കെ നമുക്ക് പ്രത്യേകിച്ചും അമ്മമാർ ആ കാര്യത്തിൽ അഗ്രഗണ്യരാണ്. അവർ ത്യാഗം സഹിച്ച്, അവർ ഉറക്കളിച്ച് ത്യാഗം സഹിച്ച് വേണ്ടെന്ന് വെച്ച് നമുക്ക് പലതും തരും. എന്നിട്ട് അവർക്കൊരു സങ്കടമില്ല. അവർ അന്നത്തെ കാലത്ത് അമ്മമാരൊക്കെ എത്രയും പരിമിതികൾക്കുള്ളിൽ ഒരു വലിയ സന്തോഷവതികളായിട്ട് ഞാൻ കാണപ്പെട്ടു. അവർക്ക് കള്ളോ ഡ്രഗ്സോ ഒന്നും വേണ്ടായിരുന്നു സന്തോഷിക്കാൻ. അവർക്ക് മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഒരു വൈകുന്നേരം ആകുമ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്നും സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ സഹായങ്ങൾ, ഇപ്പോൾ കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങൾ അതിൽ ഇടപെടുക, അവരെ സഹായിക്കുക, അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ കോളനിയിലൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് സാക്ഷര കേരളത്തിൽ എന്താണ് കോട്ടയത്ത് എഴുതാനും സൈൻ ചെയ്യാൻ പോലും അറിയാൻ മേലാത്ത പുരുഷന്മാരുണ്ട്. 18-20 വയസ്സായെന്ന കുട്ടി പറഞ്ഞത്. 20 വയസ്സായി, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. എനിക്ക് സൈൻ ചെയ്യാൻ അറിയത്തില്ല. സൈൻ ചെയ്യാൻ അറിയത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവനൊരു കിണറിൻ്റെ മറവിൽ പോയിരുന്ന് എന്തോ വരച്ചു കൊണ്ട് തന്നു. അത്രയും നമ്മൾ ഈ ഉങ്ക് പറയുന്ന മുഖം മിനുക്കിയ കോട്ടയം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ കോളനികളിലേക്ക് വീടുകളിലേക്ക് പോയാൽ എഴുതാൻ അറിയാൻ മേലാത്തവർ, വായിക്കാൻ അറിയാൻ മേലാത്തവർ, സ്കൂളിൽ പോയിട്ടും ചിന്താശേഷി ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അൺഹാപ്പിയാണ്. ഇനി എല്ലാ സൗകര്യങ്ങളും ഉള്ളവരും ഹാപ്പി അല്ലാതെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഡ്രിങ്ക്സ് എടുക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുക, അല്ലെങ്കിൽ പാർട്ടി ചെയ്യുക. ആ ഒരു ഇത് കഴിയുമ്പം നമുക്കറിയാം ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് സ്കൂൾ ലെവൽ തൊട്ടേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിട്ടുള്ളവർ. നമ്മളും കാണിച്ചു കൊടുക്കേണ്ടത്, മുതിർന്നവരും കാണിച്ചു കൊടുക്കേണ്ടത്, ഈ സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും മാറ്ററിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നല്ല നമുക്ക് വരേണ്ടത്. നമ്മൾ ചെയ്ത പ്രവൃത്തികളിൽ നമുക്ക് വരണം. നമ്മുടെ അച്ചീവ്മെൻറ്റ് നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ ചെറിയ ചെറിയ സഹായം തൊട്ടടുത്ത ആൾക്കെങ്കിലും, നമ്മുടെ കൺമുമ്പിൽ വരുന്ന ആൾക്കെങ്കിലും ചെയ്യാനായിട്ട് കുട്ടികൾ സ്കൂൾ മുതലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് പത്രത്തിലൊക്കെ വായിച്ചു പല സ്കൂളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം അവരത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞാൽ മുതിർന്നു കഴിഞ്ഞിട്ടും അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഫീൽ ഗുഡ് ഫാക്ടറിന് വേണ്ടി മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.